ഇത് ആരാണെന്ന് പറയാനോട് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ ഏട്ടാ. എന്താണ് ഒന്നുമില്ല അങ്ങോട്ട് പോ. എന്ത് പോണേ എന്താണ് അപ്പൂപ്പ ഇവിടെ എന്നെ ചതിച്ചപ്പൂപ്പ ഇവള്. എന്താണ് എനിക്കിനി ജീവിക്കണ്ടേ, ഇവളെ എന്റെ മാനം കളഞ്ഞ അപ്പൂപ്പ. എന്താ വള എന്താ കാര്യം? അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ ഏട്ടൻ എന്തൊക്കെയോ പറയാണ്. എന്തിനാ ഈ നോക്കിയേ, എന്തത്? ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി അവൾക്ക് ഉമ്മ കൊടുക്കണെന്ന് വേറെ ഫോണിൽ നിന്ന് ഒരുത്തൻ. ഉമ്മോർക്ക് ആ എനിക്കിനി ജീവിക്കണ്ട. അതെന്താ വായിക്കി എന്തത്? എന്റെ അപ്പൂപ്പ എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്താണെന്ന്. കണ്ടുപിടിക്കില്ലടാ. അതൊന്നല്ല, അതാണ്ടോ ഫോൺ വിളിച്ചപ്പോ മണ്ടു എടുക്കാഞ്ഞിട്ടേ ആ വിളിച്ചോൻ പറഞ്ഞേക്കാണ് ഭർത്താവ് ഇല്ലാത്തപ്പോ വിളിക്കാ, ഇപ്പൊ നിനക്ക് ഉമ്മ തരാൻ പറഞ്ഞിട്ട് ഉമ്മ ചോദിച്ചേക്കണ്, ഫോൺ വിളിച്ചേക്കണ്. അത് ഇവ ആർക്കെങ്കിലും കൊടുത്തതാവും. എന്റെ അച്ഛൻ മണ്ടുവിന്റെ ഫോണാണ്. ഇവന്റെ ഫോണിലേക്കാ വന്നേക്കണ. അത് ആരാന്നായി ചോദിക്കണതേ. അപ്പൊ ചോദിക്കേ അപ്പൂപ്പ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൂപ്പ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ആരുടെ ഫോണാ അത്? എന്റെ ഫോണാണ്. അപ്പൊ നിന്റെ ഫോണിൽ ആരാ വിളിച്ചാൽ നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് അറിയാത്ത നമ്പറാണത്. ഇവളെ കൂടെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ആരാന്ന് പറ. ഇന്നാടെ നിന്ന് ചോദിക്കപ്പൂപ്പ. എന്താ അങ്ങനെ നിന്ന് ചോദിക്ക്. ആരാന്ന് പറ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ലേ? അത് വേണ്ടവിടെ, അതൊന്നും നടക്കില്ല. അപ്പൂപ്പ ഇത്ര നാളായിട്ട് എന്നെ അറിയണല്ലേ, നിങ്ങൾ എന്താണ് എന്റെ അടുത്ത്? നീ കരയാന്ന് സത്യം പറയടി. അവള് പറയട്ടെ. എനിക്ക് അറിയാത്ത നമ്പറാണ്. ഇവിടെ ഞാൻ പോട്ടോ. നീ ഇങ്ങ പോയിട്ടോ. മണ്ടോ, ഈ ഫോണിൽ വിളിച്ചോനായിട്ട് നിന്റെ എന്താ ബന്ധം? ഈ അച്ഛനോടെങ്കിലും പറ. നീ എന്താപ്പത് കഥ? എന്താപ്പത് കഥ? ഒന്നുമില്ല. അല്ല, ഇങ്ങനൊരു ബഹളം ഈ ഒരു വീട്ടിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ബഹളം ഉണ്ടാവുമ്പോ നാട്ടുകാർക്ക് കിടന്ന് പുറക്കണ്ടേ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ടോ? എന്താ അല്ല, ആളിവിടെ നേരെ പറയുന്നത് ഒന്നുമില്ലേ? ഒരു പ്രശ്നമില്ല ഇവിടെ. ഒരു പ്രശ്നമില്ല. ഇല്ല ഒന്നുമില്ല. എന്നാ പിന്നെന്താ ഓള് കരയണത്? എല്ലാവരും അറിഞ്ഞപ്പൂപ്പ ഇനി എനിക്ക് ജീവിക്കണ്ട. കോയൊക്കെ ചോദിക്കാനുള്ളൂ. എന്റെ പ്രശ്നം വെട്ടി തുറന്ന് പറയ്. എന്റെ കോയക്ക, ഞാനിവിടെ ഉള്ളപ്പോ വേറെ ഒരുത്തരായിട്ട് ഇവള് പ്രേമിക്കണ്. എന്നോടത് ചെയ്യരുത്. കൊണ്ടു എന്താ ഈ കേക്കണ്? ഞാന് ആ ഫോണിൽ നിറച്ച് മണ്ടു ഉമ്മ 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 എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുമ്പോ ആരാന്ന് എനിക്കറിയാൻ പാടില്ല. എന്തെന്നാ ഈ പറയണേ? ഇതൊന്നും നമ്മുടെ ഒന്നും കുടുംബത്ത് പറ്റിയതാണോ സത്യേട്ടാ? അല്ല ഒരു കാര്യം ചെയ്യേ, നമുക്ക് അതിനൊക്കെയുള്ള പരിഹാരം ഉണ്ടാക്കേ. നാട്ടുകാര് മുഴുവൻ അറിഞ്ഞു. കുടുംബത്തിന്റെ മാനം പോയി. അല്ല, അപ്പൊ ഇതിനൊക്കെ ഒരു നിലപാട് എന്താന്നുള്ളത് നിങ്ങളുടെ നിലപാട്? ചോദിക്കാം അതൊക്കെ ആരാന്ന് ചോദിക്കാം. കുഴപ്പമില്ല. കഴിഞ്ഞോ? അല്ല, എന്റെ ഇത്ര ആള് കൂടിയില്ലേ? നീ സത്യം കൂടെ തുറന്നു പറയേ. ഞാനിതൊക്കെ കേട്ട സ്ഥിതിക്ക് ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കാം? നീ കരയട്ടാ, നീ ആളെ പറഞ്ഞു കൊടുക്കുന്നത്. എടാ, അവള് പറയട്ടടാ, അവൾക്ക് പറയാൻ ഒരു അവസരം കൊടുക്കാനേ. ആ വേണക്കണ്ട ആൾക്കാരുള്ളപ്പോ എല്ലാവർക്കും ഒരു അവസരം കിട്ടട്ടെ. ആരെ പറഞ്ഞെന്ന് അവ അറിയില്ല. അപ്പൂപ്പ എത്ര നാളായി ഞാനിവിടെ വന്നിട്ട് ഇതുവരെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടോ? നിങ്ങളൊക്കെ പറയണ അനുസരിച്ച് ഞാനിവിടെ നിക്കാറില്ലേ? എന്തിനാണ് അപ്പൂപ്പ എന്റെ അടുത്ത് ഇങ്ങനെ? അതെ, അവര് പറയണേലും കാര്യമുണ്ട്. ഇത് ആരാണ് എന്നുള്ള ആളുണ്ട് ചത അതൊക്കെ തുറന്നു പറഞ്ഞാല്. എന്റെ അപ്പൂപ്പ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൂപ്പ എനിക്കറിയാതെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ആരോ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും എന്തിനാണ് എന്റെ അടുത്ത്? അതിപ്പോ അവര് പറയണേലും കാര്യമൊക്കെ ഉണ്ട്. ഇതാരാണ് ഈ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറയണമെന്നുണ്ടെങ്കിൽ നിനക്ക് അറിയുമെങ്കിൽ അത് അവരോട് അങ്ങോട്ട് പറയും. എന്റെ പൊന്നപ്പൂപ്പ സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ.
അറിയെങ്കിൽ ഞാൻ പറയൂലേ. നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാണ് എന്നെ എടാ അവള് അത് അറിഞ്ഞിട്ടില്ല അപ്പൂപ്പൻ അറിയാതെ പറയണേന്ന്. നീ ഒന്നില്ലെങ്കിൽ ആളെ പറഞ്ഞു, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാനല്ലേ നീ. ഇവിടെ ആരെങ്കിലും ഒരാൾ മരിക്കും. അല്ല വിചാരിയെ, ഞാൻ ഓളോടൊരു കാര്യം ചോദിക്കാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചാ പോരെ? അതായത് ആനക്ക് അഥവാ മറ്റേ ആ ചെക്കനെയാണ് ഇഷ്ടംച്ചെങ്കില് യോന്റെ കൂടെ പോയിക്കോ. ഇനി അതല്ല ഇവനെയാണ് ഇഷ്ടച്ച് ഇവന്റെ കൂടെ നിക്ക്. അല്ലാതെ രണ്ടു തോണിയിലും കാലിട്ട് നിന്ന പണി പാടും മാളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ പോയാ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇയാൾ പോയിക്കോ, അവിടെ പോയിക്കോ. ആ കുതിരില്ലേ നിലപാട്? അതെന്താ വെച്ച് വെക്കതാക്കിട്ട് ഞാൻ പോയാ പോരെ? കാര്യട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാൻ പാടില്ല. നീ എന്നോടൊന്നും പറയണ്ട. ഇനി നീയായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വേണ്ട. അച്ഛാ, അവളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് നീ ഇവിടെ നിന്ന് പോയിക്കോ. ഇനി ഇവിടെ നിക്കണ്ട. അങ്ങനെ വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അച്ഛനൊന്ന് പറയച്ച. അവനല്ല എന്നെ കെട്ടിയത്. അവനങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയണം? അപ്പൂപ്പനെങ്കിലും ഒന്ന് പറയാൻ ഞാൻ എന്താ പറയണ മോളെ? എന്റെ മേത്ത് പിടിക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ പോയിക്കോ, എന്റെ കൺമുമ്പിന്ന് പോയിക്കോ. പോയി സമാധാനിപ്പിക്കണം. അസലായതേ നോക്ക്, അവളാണ് ഇപ്പൊ അസലായത്. അടിപൊളിയാ. താഴെ കൂടുതലിപ്പോ അവൾക്ക് ഞാൻ അങ്ങനെ സൂപ്പറായി. പഴയ കളഞ്ഞത്. അപ്പൊ ഇത് മണ്ടുവിനെ പറ്റിക്കാൻ വേണ്ടിട്ടേ നമ്മളൊരു വീഡിയോ ചെയ്താണ്. ഞാൻ ദേ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അല്ല അപ്പൊ മൂപ്പർക്ക് അറിയില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ലേ. പറഞ്ഞിട്ട് ഞാനത് നേരത്തെ തോന്നിയാതേ. അല്ല, അപ്പൂപ്പനോട് എന്ന് പറഞ്ഞ അവള് കേക്കും അത്. അപ്പൊ അതുകൊണ്ട് അപ്പൂപ്പൻ അറിഞ്ഞിട്ടില്ല. വീഡിയോ ആ ഇത് ഷൂട്ട് ചെയ്താണ് ഇപ്പൊ എത്ര നേരം. ഓളെ കളിപ്പിച്ചാണോ ഓന്? എന്നോട് പറയണ്ട ആദ്യം. അത് നിങ്ങളോട് പറയുമ്പോ ഓണ് കേൾപ്പിച്ചിട്ടാ മിണ്ടാണ്ടിരുന്നായി. അത് കാണിച്ചു കൊടുക്ക്. അത് ശരി. ഞാനേ കോയങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ട് വർത്താനം പറയണ എന്താ പിന്നെ പറ്റിയത്? നാടകത്തിൽ അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് പറയരുത്, എങ്ങനെ നടക്കണം എന്നാ. അതൊക്കെ സേവർ മാഷ് പറഞ്ഞു തന്നിട്ടില്ല. കണ്ടോട്ടാ, കണ്ടോ. അതിന്റെ തുടക്കം. അതാ വരുന്നത്. സൂപ്പറായില്ലേ? ഞാനോർത്തേ രണ്ടാമത് വിളിച്ചപ്പോ നീ എടുക്കൂന്ന് ഞാൻ കരുതി. നീ എടുത്തില്ല. ഭാഗ്യണ്ടേ. അവനാണ് ഫോൺ ചെയ്ത ആള്. എനിക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കി തരണം. എനക്കും ഞാൻ നമ്പർ ഡിലേറ്റ് ചെയ്തേട്ടാ. ഇനി വിളിക്കണ്ട. എടാ മണ്ടൂര് വിളിക്കടാ. ഷൂട്ട് ചെയ്താന്ന് അവളോട് പറ. മുഖം കാണണ്ടേ? അത് കാണിച്ചു കൊടുക്കാലോ. ഞാൻ വിളിച്ചിട്ട് തരാം. സത്യട്ടാ ഞാൻ നടക്കണോ? അവള് നന്നായിക്കൂടെ. കേട്ടാ അതുകൊണ്ട് ഞാൻ നോക്കടാ. എന്താണ്? എന്താ